എന്താണ് റിക്കേഷൻ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അത് നമുക്കൊരു സവാള കഥ വെച്ച് പഠിക്കാം. ഒരു ദിവസം ഞാൻ വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്ന് അമ്മനെ വെറുപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ സവാള അരിയണ്ട, എനിക്ക് ഓരോ ലെയറായിട്ട് പീൽ ചെയ്ത് തരാൻ പറഞ്ഞു. തൊലി പൊളിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഏറ്റവും ആദ്യം ഈ ഔട്ടർ ലെയർ പറിക്കുന്നു, എന്നിട്ട് അടുത്ത ലെയർ പറിക്കുന്നു. അങ്ങനെ ഓരോരോ ലെയറായിട്ട് പറിച്ചിട്ട് അവസാനം ഈ ഏറ്റവും ഉള്ളിലുള്ള ഈ ഒരു ചെറിയ സാധനം ഉണ്ടല്ലോ, ഈ സാധനത്തിലെത്തുമ്പോൾ നിർത്തുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുക. നോർമലി നമ്മളങ്ങനെ ചെയ്യില്ല, പക്ഷേ എന്നോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിതൊരു ഫംഗ്ഷൻ്റെ കേസിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തോല് പൊളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ആ ഫംഗ്ഷനിലോട്ട് തോല് പൊളിക്കാത്ത മൊത്തത്തിലുള്ള ഒരു സവാളയാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഞാൻ ആ ഫംഗ്ഷൻ തന്നെയാണ് കോൾ ചെയ്യുന്നത്, അതായത് തോല് പൊളിക്കുക എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ലെയർ പീൽ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ആ ഫംഗ്ഷനിലോട്ട് കൊടുക്കുന്നത് ഒരു ലെയർ പീൽ ചെയ്തതിന് ശേഷമുള്ള സവാളയാണ്. എന്നിട്ട് ആ ഫംഗ്ഷൻ വീണ്ടും തോല് പൊളിക്കുക എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. അതിലോട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് 2 ലെയർ പീൽ ചെയ്തതിന് ശേഷമുള്ള സവാളയാണ്. അങ്ങനെ നമ്മുടെ ഫംഗ്ഷനിലോട്ട് നമ്മൾ അങ്ങനെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് നമ്മൾ ഓരോ വട്ടം കൊടുക്കുകയാണ്, ഓരോ വട്ടം നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ തന്നെയാണ് വീണ്ടും വീണ്ടും കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യാണ് ഓരോ ലെയർ കഴിയുമ്പോഴും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് ഒരു ലെയർ കുറഞ്ഞിട്ടുള്ള സവാള തന്നെയാണ്. എന്നിട്ട് ഇത് നമുക്ക് ഏത് വരെ ചെയ്യണം? ഈ തോല് പൊളിക്കുക എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഈ ഇന്നർമോസ്റ്റ് ഈ ഒരു സാധനം എത്തുന്ന വരെ ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ ഇതൊരു ബേസ് കേസ് ആണല്ലേ, ഇതിൽ നമുക്ക് പൊളിക്കാനില്ല, ഇത് ജസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ മനസ്സിൽ ആലോചിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് റിക്കേഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ റിക്കേഷൻ്റെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. റിക്കേഷൻ ഈസ് എ പ്രോഗ്രാമിംഗ് ടെക്നിക് where a function calls itself directly or indirectly to solve a problem by breaking it down into smaller, more manageable sub-problems. Recursion typically involves 2 commands. അവിടെ കട്ടെ, റിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ വീണ്ടും വീണ്ടും കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ വലിയൊരു ടാസ്ക് ഉണ്ട്, അതായത് ഉള്ളി തോല് പൊളിക്കുക എന്നുള്ള ഓരോ ലെയറായിട്ട് പൊളിക്കുക എന്നുള്ള വലിയ ടാസ്കിനെ നമ്മൾ ചെറിയ ചെറിയ സബ് ടാസ്കുകളായിട്ട് തിരിക്കുന്നു. ഓരോ ലെയർ പൊളിക്കുക എന്നുള്ളതാണ് സബ് ടാസ്കുകൾ. എന്നിട്ട് ഓരോ വട്ടം പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഫംഗ്ഷനെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കോൾ ചെയ്യുന്നു. അതാണ് റിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ വീണ്ടും കോൾ ചെയ്യാണ്. എന്തിന്? ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള, അതായത് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് അതിലോട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ടാസ്ക് പെർഫോം ചെയ്തിട്ട് എനിക്കൊരു ഔട്ട്പുട്ട് തരാൻ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വീണ്ടും നമ്മൾ ആ ഫംഗ്ഷൻ തന്നെ വീണ്ടും വിളിക്കുകയാണ്. കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റാണ് അതിലോട്ട് കൊടുക്കുന്നത്. അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് റിക്കേഷനിൽ. അതിന് 2 കമ്പോണൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ബേസ് കേസ് എന്ന് പറയുന്നുണ്ട്. എ കണ്ടീഷൻ ദാറ്റ് ഡിഫൈൻസ് ദ സിംപ്ലസ്റ്റ് പോസിബിൾ കേസ് ഓർ ടെർമിനേഷൻ കണ്ടീഷൻ വേർ ദ ഫംഗ്ഷൻ ഡസ് നോട്ട് മേക്ക് എനി ഫർദർ റിക്കേഴ്സീവ് കോൾസ്. അതായത് ആ ഫംഗ്ഷൻ ഇങ്ങനെ വീണ്ടും വീണ്ടും കോൾ ചെയ്തിട്ട് എപ്പോഴെങ്കിലും ഒന്ന് നിൽക്കണമല്ലോ. അത് നിൽക്കുക എപ്പോഴാണ്? ഒരു ടെർമിനേഷൻ കണ്ടീഷൻ വരുമ്പോഴാണ്. അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് പോസിബിൾ കേസ് എപ്പോഴാണോ റീച്ച് ചെയ്യുന്നത് ആ ടൈമിലാണ് ആ ഫംഗ്ഷൻ അവിടെ നിൽക്കുന്നത്. അതായത് വീണ്ടും വീണ്ടും കോൾ ചെയ്യുന്നത് നിർത്തുന്നത്, ആ റിക്കേഴ്സീവ് കോൾസ് സ്റ്റോപ്പ് ചെയ്യുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ റീച്ച് ചെയ്യുമ്പോഴാണ്. അതെപ്പോഴാണ്? നമ്മൾ ഈ തോല് പൊളിക്കുക എന്നുള്ള ഫംഗ്ഷൻ എപ്പോഴാണ് നമ്മൾ നിർത്തുക? ഈ ഒരു ബേസ് കണ്ടീഷൻ, ഈ സെൻറ്ററിലുള്ള ഈ സാധനം എത്തുമ്പോഴാണ്. ഇനി അങ്ങോട്ട് പൊളിക്കാനില്ല, അതുകൊണ്ട് നമ്മൾ ആ ഒരു കണ്ടീഷൻ സ്റ്റോപ്പ് ചെയ്യും. ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്, റിക്കേഴ്സീവ് കോൾ ചെയ്യുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് പ്രിവെൻറ്റ് ഇൻഫൈനൈറ്റ് റിക്കേഷൻ ആൻഡ് അലോസ് ദ റിക്കേഷൻ കോൾസ് ടു ഇവഞ്ച്വലി റീച്ച് എ സ്റ്റോപ്പിംഗ് പോയിന്റ്. ഇങ്ങനെ ഒരു ബേസ് കേസ് ഇല്ലായിരുന്നെങ്കിൽ റിക്കേഷൻ ഇങ്ങനെ ഫംഗ്ഷൻ പിന്നെയും കോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ട് പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്കേഷനിൽ എപ്പോഴും ഒരു ബേസ് കേസ് ഉണ്ടായിരിക്കും. ആ ബേസ് കേസാണ് ഇവിടെ ഈ സവാളയുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ചെറിയ സാധനം. ആ ബേസ് കേസ് റീച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വീണ്ടും വീണ്ടും കോൾ ചെയ്യുന്നത് നിർത്തുന്നതാണ് പറയുന്നത്. രണ്ടാമത്തെ കേസായിട്ട് പറയുന്നത് റിക്കേഴ്സീവ് കേസാണ്. ദ റിക്കേഴ്സീവ് കേസ് ഈസ് ദ പാർട്ട് ഓഫ് ദ ഫംഗ്ഷൻ ദാറ്റ് കോൾസ് ഇറ്റ് സെൽഫ് വിത്ത് എ മോഡിഫൈഡ് ആർഗ്യുമെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫംഗ്ഷൻ വീണ്ടും ആ ഫംഗ്ഷനെ വിളിക്കുകയാണ്, പക്ഷേ ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത് കുറച്ചും കൂടി മോഡിഫൈഡ് ആയിട്ടുള്ളൊരു ആർഗ്യുമെൻ്റാണ്. എന്നിട്ട് ഓരോ വട്ടം ഇവിടെ മോഡിഫൈഡ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ വട്ടം വിളിക്കുമ്പോഴും കഴിഞ്ഞ വട്ടത്തേക്കാളും ഒരു തൊലി കുറഞ്ഞിട്ടുള്ള സവാളയാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് പോകുന്നത്. എന്നിട്ട് ഫൈനലി
ഗ്രാജ്വലി, അതായത് മെല്ലെ മെല്ലെ നമ്മൾ അപ്രോച്ചിങ് ദ ബേസ് കേസ്. ഓരോ ലെയർ പറിച്ച് നമ്മൾ ഈ ബേസ് കേസിൻ്റെ അടുത്തോട്ട് എത്തുകയാണ്. ദിസ് സ്റ്റെപ്പ് അലോസ് ദ പ്രോബ്ലം ടു ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ സബ് പ്രോബ്ലംസ്. അങ്ങനെ നമ്മൾ റിക്കഴ്സീവ് കോൾസ് ചെയ്യുമ്പോൾ എന്താ ഗുണം? ഒറ്റയടിക്ക് സവാള മൊത്തമായിട്ട് പൊളിക്കാന്നുള്ളതിന് പകരം നമ്മൾ ഓരോ ലെയറായിട്ട് പൊളിക്കുകയാണ്. അങ്ങനെ ചെറിയ ചെറിയ സബ് ടാസ്കുകളായിട്ട് വലിയ പ്രോബ്ലംസിനെ ചെറിയ പ്രോബ്ലങ്ങളായിട്ട് തിരിച്ച് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. ഓക്കെ, അത് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് കഴിയുമ്പം കുറച്ചും കൂടി വ്യക്തമാവും. നമുക്ക് നോക്കാം. എനിക്ക് കൗണ്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ വേണമെന്ന് വിചാരിക്കുക. അതായത് ഇപ്പം റോക്കറ്റൊക്കെ വിക്ഷേപിക്കുമ്പോൾ നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്യില്ല, 10, 9, 8 എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ 0 ആവുന്നവരെ കൗണ്ട് ഡൗൺ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ബേസ് കേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴാണ് നമ്മൾ റിക്കേഷൻ നിർത്തേണ്ടത്, ഈ റിപ്പീറ്റഡ് ആയിട്ട് കോൾ ചെയ്യേണ്ടത് നിർത്തേണ്ടത് എപ്പോഴാണ്? നമ്മൾ 0 എത്തുമ്പോഴാണ് അല്ലേ? 0 എത്തുക എന്നുള്ളതാണ് നമ്മുടെ ബേസ് കേസ്. റിക്കേഴ്സീവായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആ ഫംഗ്ഷനെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കണം. ഓരോ വട്ടം വിളിക്കുമ്പോഴും നമ്മൾ ഒരു ലെയർ കുറച്ചിട്ട് വേണം അതിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കാൻ അല്ലേ? അങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവും ചിലപ്പോൾ. ഞാനത് കൗണ്ട് ഡൗണിന് വേണ്ടിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഞാൻ പറയുന്നത് ഡെഫ് കൗണ്ട് ഡൗൺസ്. അതിൻ്റെ ഉള്ളിലോട്ട് ഞാനൊരു നമ്പർ കൊടുക്കുകയാണ്. 10 മുതലാണ് കൗണ്ട് ഡൗൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നിൻ്റെ വാല്യൂ 10 ആയിട്ട് കൊടുക്കുക. ഇഫ് n ഈക്വൽ ടു 0, മോണായോ ഈക്വൽ ടു 0, പ്രിൻ്റ് ഡൺ. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേസ് കേസ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ നമ്മൾ 10 തുടങ്ങിയിട്ട് 0 എത്തുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് കംപ്ലീറ്റ് ആയെന്നുള്ള രീതിയിൽ ഡൺ എന്ന് പ്രിൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതാണ് ബേസ് കേസ്. ഇവിടെ വെച്ചാണ് നമ്മൾ റിക്കേഴ്സീവ് കോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഇനി അതല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂ 0 ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രിൻ്റ് n. ആദ്യം 10 നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു, എന്നിട്ട് 10 പ്രിൻ്റ് ചെയ്തപ്പോൾ എന്തായി? നമ്മൾ ഒരു തൊലി പൊളിച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും നമുക്ക് ഈ അടുത്ത തൊലി പൊളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫംഗ്ഷനെ തന്നെ വീണ്ടും കോൾ ചെയ്യാണ്, കൗണ്ട് ഡൗൺ എന്നുള്ള ഫംഗ്ഷനെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്? ഒരു തൊലി പൊളിച്ചതിന് ശേഷമുള്ള സവാളയാണ്, അതായത് n-1. അപ്പോൾ ഇവിടെ ഇപ്പോൾ കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലോട്ട് നമ്മൾ വിളിക്കുന്നത് 9 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ. അപ്പോൾ കൗണ്ട് ഡൗണിൽ 9 വന്നാൽ എന്താണ്? ആദ്യം തന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും. എന്നിൻ്റെ വാല്യൂ 0 ആണോ? അല്ല, 9 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? 9 എന്നുള്ളത് ആദ്യം പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് കൗണ്ട് ഡൗണിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ 8 കൊടുക്കും. 8 വരുമ്പോൾ എന്താണ് ചെയ്യുക? 8 0 ആണോ നോക്കും? അല്ല, അപ്പോൾ ഇത് പ്രിൻ്റ് ആവില്ല. മറിച്ച് 8 എന്നുള്ളത് ഇവിടെ പ്രിൻ്റ് ആകുന്നു. എന്നിട്ട് കൗണ്ട് ഡൗണിൽ നമ്മൾ 8 കുറച്ച് 7 പോകും. അങ്ങനെയാണ് ചെയ്യുക. ഞാനൊരു ചെറിയൊരു നമുക്ക് വേണമെങ്കിൽ ഈ ഫംഗ്ഷൻ ഒന്ന് ഡിഫൈൻ ചെയ്ത് കോൾ ചെയ്ത് നോക്കാം. ഞാൻ കൗണ്ട് ഡൗൺ 10 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. കണ്ടോ, നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ റിക്കേഴ്സീവ് കോൾസ് യൂസ് ചെയ്ത് കണ്ടാണ്. 10 കൊടുക്കുമ്പോൾ n 0 ആകുന്നത് വരെ ഈ ഒരു സംഭവം നടക്കുകയില്ല. അല്ലാത്ത പക്ഷമൊക്കെ ഇപ്പോൾ ഏത് എന്നാണുള്ളത് ആ n പ്രിൻ്റ് ആവുന്നു. ആദ്യം 10 പ്രിൻ്റ് ആവുന്നു, എന്നിട്ട് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് വീണ്ടും പോവുകയാണ് 9. 9 ആകുമ്പോൾ 9 പ്രിൻ്റ് ആവുന്നു, അടുത്തായിട്ട് 8 പോകുന്നു, 8 പ്രിൻ്റ് ആവുന്നു. അങ്ങനെ 1 വരെ പ്രിൻ്റ് ആവുന്നു. പിന്നെ 1 കഴിഞ്ഞാൽ കൗണ്ട് ഡൗണിലോട്ട് പോകുന്നത് 0 ആണ്. 0 വന്നു കഴിഞ്ഞാൽ ഡൺ എന്നുള്ളത് പ്രിൻ്റ് ആകുന്നു. അപ്പോൾ ഇവിടെ ബേസ് കേസ് എന്താണ്? ഈ n=0. ഇതാണ് ബേസ് കേസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഈ കണ്ടീഷൻ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിക്കേഴ്സീവ് കോൾസ് നിർത്തും. അതായത് വീണ്ടും വീണ്ടും ആ ഫംഗ്ഷനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി നിർത്തും. റിക്കേഴ്സീവ് കോൾ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമ്മളിവിടെ ചെയ്യുന്ന ഈ പരിപാടികളാണ് റിക്കേഴ്സീവ് കോൾസ് എന്ന് പറയുന്നത്. അതായത് ആ ഫംഗ്ഷനെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലോട്ട് പോകാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഫാക്ടോറിയലാണ്. ഫാക്ടോറിയൽ, മാത്തമാറ്റിക്കൽ ഫാക്ടോറിയൽ എന്താണെന്ന് നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലും 1 ആണ്. എന്നാൽ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 × 1 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 × 1 ആണ്. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 × 3 × 2 × 1 ആണ്. അങ്ങനെ ഒരു n നമ്പർ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ആ നമ്പർ ഇൻറ്റു ഓരോ നമ്പർ വെച്ച് കുറച്ച് 1 വരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 10 × 9 × 8 × അങ്ങനെ പോയിട്ട് 1 വരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഫാക്ടോറിയൽ കാണാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? ഫാക്ടോറിയൽ
ജസ്റ്റ് n എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ പറയാണ് ഞാനൊരു പുതുതായിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഞാൻ ജസ്റ്റ് 1 എന്നുള്ള നമ്പർ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ പറയാണ് ഫോർ I in range 1 to n+1. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് 1 മുതൽ n വരെയുള്ള നമ്പേഴ്സായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ റേഞ്ചിനുള്ളിൽ n+1 കൊടുത്താലേ അത് n വരെ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. കാരണം രണ്ടാമത്തെ നമ്പർ എപ്പോഴും എക്സ്ക്ലൂഡഡ് ആയിരിക്കും റേഞ്ചിൽ. അതുകൊണ്ടാണ് ഞാനിവിടെ n+1 കൊടുക്കുന്നത്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് നമ്മുടെ ഓരോ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്ത് ചേർക്കണം അല്ലേ. ഇതെന്താ സംഭവം? ആദ്യം 1 എന്നുള്ള വാല്യൂ ആണ് റിസൾട്ടിലുള്ളത്. ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, 1 മുതൽ ഇപ്പം 5 വരെ ആണെങ്കിൽ ആ ഓരോ നമ്പേഴ്സിലൂടെ ഇറ്ററേറ്റ് ചെയ്ത് പോകുമ്പോൾ ആദ്യം 1 എന്നുള്ള വാല്യൂ എടുക്കും. റിസൾട്ടിൻ്റെ ഓൾറെഡി ഉള്ള വാല്യൂ 1 ആണ്. അപ്പോൾ 1 × 1 എന്ന് പറയുമ്പോൾ 1 ആണ് സ്റ്റോർ ചെയ്തെടുക്കുക. I 2 എത്തുമ്പോൾ 2 × 1 2 ആകുന്നു. 3 ആണെങ്കിൽ 3 × 2 6 ആകുന്നു. അങ്ങനെ ഓരോ എലമെൻറ്റിനെ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? റിട്ടേൺ റിസൾട്ട്. ഓക്കെ, ഇതിന് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിലും എഴുതാൻ പറ്റും കേട്ടോ. ജസ്റ്റ് എഴുതാം റിസൾട്ട് സ്റ്റാർ ഇക്വൽ ടു I. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് ഈ ഫംഗ്ഷൻ ശരിക്കും വർക്കാവുന്നുണ്ടോ നോക്കാം. നമുക്ക് ജസ്റ്റ് ഫാക്ടോറിയൽ കോഡ് ചെയ്തൊക്കെ. ഫാക്ടോറിയൽ സ്പെല്ലിംഗ് കറക്റ്റാണോ? ഓക്കെ, 0 കൊടുത്താൽ 1 ആണ് വരേണ്ടത്. ഫാക്ടോറിയൽ 0 എന്ന് പറയുമ്പോൾ 1 എന്ന് വന്നിട്ടുണ്ട്. ഫാക്ടോറിയൽ 1 എന്ന് കൊടുത്തപ്പം 1 എന്ന് തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ ഫാക്ടോറിയൽ 3 കൊടുത്ത് നോക്കാം. 3 കൊടുത്താൽ എന്താ വേണ്ടത്? 3 × 2 × 1 അല്ലേ. അപ്പോൾ 6 ആണ് കിട്ടേണ്ടത്. 6 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെ ഞാൻ റിക്കേർഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മൾ നോർമലി എങ്ങനെയാണോ ഫാക്ടോറിയൽ ഡിഫൈൻ ചെയ്യുന്നത് അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം കാണാൻ പറ്റുക എന്താണെന്ന് വെച്ചാൽ ഫാക്ടോറിയൽ 5 കാണണമെന്ന് വിചാരിക്കും എനിക്ക്. ഇവിടെ 5ൻ്റെ ഫാക്ടോറിയൽ കണ്ടാൽ എന്താ വരിക? 120 5ൻ്റെ ഫാക്ടോറിയൽ. 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഇതാണ് 5ൻ്റെ ഫാക്ടോറിയൽ. 5 × 4 × 3 × 2 × 1. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞുകൂടാ 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 × 4ൻ്റെ ഫാക്ടോറിയലാണ്. 5 ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള 4 × 3 × 2 × 1 എന്ന് പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ അല്ലേ. അപ്പോൾ 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 × 4ൻ്റെ ഫാക്ടോറിയലാണ്. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × 3ൻ്റെ ഫാക്ടോറിയലാണ്. ഓക്കെ, അതാണ് ഞാൻ അവിടെ എഴുതി വെച്ചത്. ഫാക്ടോറിയൽ 5 എന്ന് പറഞ്ഞാൽ 5 × 4ൻ്റെ ഫാക്ടോറിയലാണ്. ഫാക്ടോറിയൽ 4 എന്ന് പറഞ്ഞാൽ 4 × ഫാക്ടോറിയൽ 3 ആണ്. 3ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 ആണ്. ഫാക്ടോറിയൽ 2 ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ സവാള കാണുന്നില്ലേ. അതായത് തൊലി പൊളിക്കാന്നുള്ള ഫംഗ്ഷനിലോട്ട് നമ്മൾ സവാള ഇടുന്നു. എന്നിട്ട് ഒരു ലെയർ പീൽ ചെയ്ത് 5 നമ്മൾ പുറത്താക്കി. എന്നിട്ട് ആ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യുക, തൊലി പൊളിക്കാനുള്ള ഫംഗ്ഷനിൽ. അതിലോട്ട് നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ് കുറച്ച് മോഡിഫൈ ചെയ്തു. 5 പകരം ഒരു ലെയർ കുറച്ച് 4 ആക്കി. വീണ്ടും ആ ഫംഗ്ഷൻ വീണ്ടും നമ്മൾ ഒരു ലെയർ പുറത്താക്കിയിട്ട് ആർഗ്യുമെൻറ്റിനെ മോഡിഫൈ ചെയ്ത് ആ ഫംഗ്ഷനെ തന്നെ വീണ്ടും കോൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിത് റിക്കേർഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തുകൂടാ നമുക്ക് ഫാക്ടോറിയൽ കാണാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഡിഫൈൻ ചെയ്യാണ് ഡെഫ് ഫാക്ടോറിയൽ. ജസ്റ്റ് റിക്കേഴ്സീവ് എന്നുള്ളതിന് R കൊടുത്തിട്ടുണ്ട്. ഒരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് ഇഫ് n = 0 അല്ലെങ്കിൽ n = 1 ആണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ എനിക്ക് എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? 1 തന്നെ റിട്ടേൺ ചെയ്യുക. 0 ഫാക്ടോറിയലും 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ്. ഇതാണ് നമ്മുടെ ബേസ് കണ്ടീഷൻ. അതായത് ഇത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ 1 ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കോൾ ചെയ്യേണ്ട, റിക്കേഴ്സീവ് കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും നമ്മൾ ഫാക്ടോറിയലിനെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അവിടെ വെച്ച് നിർത്തിക്കോളാം. ഇനി 0 ആണ് നമ്മുടെ n എന്ന് വെച്ചോ, 1 പോലും എത്തിയില്ല, ഡയറക്റ്റായിട്ട് 0ലേക്ക് പോവുകയാണെങ്കിലും ഒന്നും വിളിക്കേണ്ട, ബേസ് കണ്ടീഷൻ ഹിറ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് 1 എന്നുള്ളത് റിട്ടേൺ ചെയ്യാം. ഇനി ഇതല്ലെങ്കിൽ നമ്മുടെ റിക്കേഴ്സീവ് കേസായിട്ട് എന്താ വരിക? എൽസിൽ ഞാൻ കൊടുക്കുകയാണ് റിട്ടേൺ n × ഫാക്ടോറിയൽ re n - 1 എന്ന്. സോറി, n - 1 എന്ന്. ഇവിടെ എന്താ സംഭവിക്കുക? ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് 5 കൊടുത്തു എന്ന് വിചാരിക്കുക. ഫാക്ടോറിയൽ റീൻ്റെ ഉള്ളിലോട്ട് 5 കൊടുത്തു കഴിഞ്ഞാൽ ഈ ബേസ് കണ്ടീഷൻ ഹിറ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും നടക്കുക. ഇവിടെ എന്താ റിട്ടേൺ ചെയ്യാൻ പറയുന്നത്? 5നെ പുറത്തേക്ക് എഴുതിക്കോ, എന്നിട്ട് അതിനോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയാണ് 5 - 1 ഫാക്ടോറിയലിൽ നിന്ന്.
ഫാക്ടോറിയലിൻ്റെ ഉള്ളിൽ 4 വരുന്നത്. എന്നിട്ട് വീണ്ടും ഫാക്ടോറിയൽ 4 വരുമ്പോൾ എന്താണ്, അതും ഈ ബേസ് കണ്ടീഷൻ ഹിറ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഇൻറ്റു 4 ഇൻറ്റു ഫാക്ടോറിയൽ 3 വരും. ബേസിക്കലി ഈ ഒരു സംഭവമല്ലേ ഇവിടെ എക്സിക്യൂട്ട് ആവുന്നത്. ഓക്കെ, നമുക്കിത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം. ഞാൻ വീണ്ടും 5 തന്നെ ഉപയോഗിക്കുകയാണ്. ഫാക്ടോറിയൽ ഈ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഫാക്ടോറിയൽ 5 കൊടുത്തു നോക്കാം. 100 നമുക്ക് കിട്ടുന്നുണ്ടത്. 100 തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ ആദ്യം എഴുതിയ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫാക്ടോറിയൽ 5 100 കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 100 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെയിം ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ 2 രീതിയിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇത് നമ്മൾ റിക്കേഴ്സീവ് കോൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഇതാണ് ബേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ബേസ് കേസ് എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ വീണ്ടും ഇവിടെ കോൾ ചെയ്യുന്ന ഇതാണ് നമ്മുടെ റിക്കേഴ്സീവ് കേസ്. ഓക്കെ, ഇനി റിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വേറൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഞാനിവിടെ എഴുതി വെക്കാം. റിക്കേഷൻ ടു കമ്പ്യൂട്ട് സം ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ എ ലിസ്റ്റ്. ഒരു ലിസ്റ്റിലെ എല്ലാ എലമെൻറ്റ്സിൻ്റെയും സം എനിക്ക് കാണണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് റിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ഫംഗ്ഷനിലോട്ട് ഒരു സവാള ലിസ്റ്റ്, ഒരു ലിസ്റ്റ് ഞാൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബേസ് കണ്ടീഷൻ എന്തായിരിക്കും? എപ്പോഴാണ് അതിൻ്റെ എലമെൻറ്റ്സ് തമ്മിൽ ഞാൻ സം ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്, നിർത്തേണ്ടത്? ആ ലിസ്റ്റിലൊരു എലമെൻറ്റും ഇല്ലാത്ത പക്ഷമാണ് അല്ലേ? അപ്പോൾ എൻ്റെ ബേസ് കേസ് എന്ന് പറയുന്നത് ലിസ്റ്റ് എപ്പോഴാണ് എംപ്റ്റി ആവുന്നത് ആ ടൈമിൽ നീ ആരും സം ചെയ്യാൻ പോകണ്ട. അതാണ് എൻ്റെ ബേസ് കേസ്. റിക്കേഴ്സീവായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഞാൻ ആദ്യത്തെ എലമെൻറ്റിനെ എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ പറയാണ് വീണ്ടും ആ ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. എന്നിട്ട് അതിലോട്ട് ആദ്യത്തെ എലമെൻറ്റ് കുറച്ചിട്ട് ബാക്കിയുള്ള ആളെ കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ആ പുതിയ ലിസ്റ്റിൽ നിന്ന് ആദ്യത്തെ ആളെ പുറത്തേക്ക് വെക്കുന്നു. എന്നിട്ട് ഇത് ആഡ് ചെയ്ത് പോയാൽ പോരെ? പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഞാൻ എഴുതി കാണിച്ചു തരാം. ഞാനിവിടെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഡെഫ് സം ലിസ്റ്റ് എന്ന് കൊടുക്കുക അല്ലേ, സം ലിസ്റ്റ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഞാനൊരു L1 എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയാണ് എൻ്റെ ബേസ് കണ്ടീഷൻ എന്താണ്? ഇത് എംപ്റ്റി ആണോ നോക്കണം ആദ്യം ഈ ലിസ്റ്റ്. ഇഫ് നോട്ട് L1 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? L1 ഇല്ലെങ്കിൽ, അത് എംപ്റ്റി ആണെങ്കിൽ എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? സം എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് നോക്കാം. ഇവിടെ വെറുതെ ഒരു K എന്ന് പറഞ്ഞിട്ടൊരു എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇഫ് നോട്ട് K പ്രിൻ്റ് എംപ്റ്റി. കണ്ടോ, എംപ്റ്റി എന്ന് പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇഫ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ബേസിക്കലി ചെക്ക് ചെയ്യുന്നത് ആ ഒരു ലിസ്റ്റിൽ വല്ല സംഭവങ്ങളുണ്ടോ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അതൊരു എംപ്റ്റി ആണോ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അത് എംപ്റ്റി ആണെങ്കിൽ എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത് 0 ആണ്. അല്ലാത്ത പക്ഷം എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൽസ് ആദ്യത്തെ എലമെൻറ്റിനെ തൊലിക്കുക. അതായത് L1 എന്ന് പറഞ്ഞ ലിസ്റ്റിൽ ഇൻഡെക്സിങ് യൂസ് ചെയ്തുകൊണ്ട് 0th ഇൻഡെക്സിലുള്ള ആളെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് അയാളോട് നമ്മൾ ആഡ് ചെയ്ത് പോയാൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഈ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യാണ്, സം ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുള്ളൊരു ആർഗ്യുമെൻ്റാണ് കൊടുക്കുന്നത്. അതായത് L1 ഫസ്റ്റത്തെ ആളെ ഇനി വേണ്ട, ഒന്നാമത്തെ ഇൻഡെക്സിലുള്ള ആളെ നോക്കിയാൽ മതി. അതിന് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, സ്ലൈസിങ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എന്തോ ഒരു എറർ പറയുന്നുണ്ടല്ലോ. ഞാൻ എൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റിട്ടേൺ ചെയ്യണം. എന്തോ ഓർമ്മയിൽ ഇങ്ങനെ കൊടുത്തു വരാം. ഓക്കെ, നമ്മളത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയാണ്, ഞാനൊരു ലിസ്റ്റ് ഇവിടെ ഡിഫൈൻ ചെയ്യണം. 1 മുതൽ 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ സം എന്താ? 1, 2, 3, 3, 3, 6, 10, 15. സം ഓഫ് ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് 15 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ വിളിച്ചിട്ട് കറക്റ്റാണോ നോക്കാം. സം ലിസ്റ്റ് L2 എന്നാണ് നമ്മുടെ ലിസ്റ്റിൻ്റെ പേര്. കൊടുത്തപ്പോൾ 15 വരുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ ഫംഗ്ഷനിലോട്ട് K കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? സം ലിസ്റ്റ് ഒരു എംപ്റ്റി ലിസ്റ്റ് ആണല്ലേ. സം ലിസ്റ്റ് K കൊടുത്താൽ 0 ആണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. കാരണം അതൊരു എംപ്റ്റി ലിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇവിടുത്തെ ബേസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ലിസ്റ്റ് എംപ്റ്റി ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യുക. അതല്ലാത്തിടത്തോളം കാലം നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിനെ പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് ഒരു എലമെൻറ്റ് കുറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ ലിസ്റ്റിനെ നമ്മൾ വീണ്ടും ഈ ഫംഗ്ഷനിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ ഫംഗ്ഷൻ വീണ്ടും 0 അല്ലെങ്കിൽ ലിസ്റ്റ് എംപ്റ്റി അല്ലെങ്കിൽ ഈ രണ്ടാമത് നമ്മൾ മോഡിഫൈ ചെയ്ത് കൊടുത്ത ലിസ്റ്റിലെ ആദ്യത്തെ എലമെൻറ്റിനെ പുറത്തേക്ക് ഇടുന്നു. വീണ്ടും പ്ലസ് സിമ്പിൾ വരുന്നു. എന്നിട്ട്
ബാക്കിയുള്ള എലമെൻസിൻ്റെ ലിസ്റ്റിനെ ഈ ഫംഗ്ഷനിലോട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നു. സവാള ഓരോ തൊലി പൊളിച്ചുകൊണ്ട് ഫംഗ്ഷനിലോട്ട് കൊടുക്കുന്നു, അത്ര തന്നെ. അപ്പോൾ നമുക്ക് മറ്റൊരു എക്സാമ്പിളും കൂടി നോക്കാം. ഞാനിവിടെ എഴുതാണ് റിക്കർഷൻ ടു റിവേഴ്സ് സ്ട്രിങ്. ഒരു സ്ട്രിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ റിവേഴ്സ് ചെയ്യാമെന്നാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ബേസ് കണ്ടീഷൻ എന്താ? എപ്പോഴാണോ ആ സ്ട്രിങ് ഒരു എംപ്റ്റി സ്ട്രിങ് ആവുന്നത് ആ ടൈമിൽ നമുക്ക് ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാത്തടത്തോളം പക്ഷം നമ്മൾ ചെയ്യേണ്ടത് ഈ അവസാനത്തെ, ഇപ്പോൾ ഈ സ്ട്രിങ് എന്നുള്ളതാണ് എൻ്റെ സ്ട്രിങ് എങ്കിൽ ഫസ്റ്റ് എനിക്ക് ജി ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എലമെൻറ്റിനെ ആദ്യം എടുക്കുന്നു, എന്നിട്ട് ബാക്കി വരുന്ന ആളുകളെ വീണ്ടും ആ ഫംഗ്ഷനിലോട്ട് തന്നെ കൊടുക്കുന്നു. അപ്പോൾ അത് എന്നിനെ പ്രിൻറ്റ് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള സ്ട്രിങ്ങിനെ നമ്മൾ ആ ഫംഗ്ഷനിലോട്ട് കൊടുക്കുന്നു. ഏതുവരെ ഇത് കണ്ടിന്യൂ ചെയ്യണം? നമ്മൾ എപ്പോഴാണോ നമ്മുടെ സ്ട്രിങ് എംപ്റ്റി ആവുന്നത് അതുവരെ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഈ ലിസ്റ്റിൻ്റെ കേസിൽ യൂസ് ചെയ്ത സെയിം ലോജിക്ക് തന്നെ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എഴുതാം ഫംഗ്ഷൻ. ഞാൻ ഫംഗ്ഷന് പേര് കൊടുക്കുകയാണ് ഡെഫ് റിവേഴ്സ് സ്ട്രിങ്. അതിൻ്റെ ഉള്ളിലോട്ട് ഞാനൊരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ ബേസ് കേസ് എന്താണ്? എപ്പോഴാണോ സ്ട്രിങ് എംപ്റ്റി ആവുന്നത് ആ ടൈമിൽ എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത് ജസ്റ്റ് ആ എംപ്റ്റി സ്ട്രിങ് തന്നെയാണ്, വേറെ ഒന്നും പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് നോക്കുകയാണ്. ലെങ്ത്ത് 0 ആണെങ്കിൽ ജസ്റ്റ് റിട്ടേൺ സെയിം സാധനം, അതായത് ഒരു എംപ്റ്റി സ്ട്രിങ്ങിനെ റിട്ടേൺ ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ട. അതല്ലാത്ത പക്ഷം ആദ്യം എനിക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് ആ ഒരു സ്ട്രിങ്ങിലെ ഏറ്റവും അവസാനത്തെ ആളെയാണ്, അതായത് റിട്ടേൺ എസ്സിലെ -1 ഇൻഡെക്സിലുള്ള ആൾ, അതായത് ഏറ്റവും ലാസ്റ്റുള്ള ആൾ. എന്നിട്ട് നമ്മൾ സ്ട്രിങ് കോൺകാറ്റിനേഷൻ യൂസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഓരോ എലമെൻറ്റുകളായിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്തുകൊണ്ട് വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ആ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യാണ്, റിവേഴ്സ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട്. റിവേഴ്സ് സ്ട്രിങ്. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ മൊത്തം സ്ട്രിങ്ങിനെ പിന്നെ കൊടുക്കണോ? വേണ്ട, ലാസ്റ്റ് എലമെൻറ്റ് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള എലമെൻറ്റ്സിനെ കൊടുത്താൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ട് സ്ലൈസിങ് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നു. അതായത് ലാസ്റ്റ് എലമെൻറ്റ് ഒഴികെ ബാക്കി എല്ലാവരും, ലാസ്റ്റ് എലമെൻറ്റ് വരെയുള്ള എസിലെ ആൾക്കാരെ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ വീണ്ടും ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, ലെങ്ത്ത് 0 അല്ല. അങ്ങനെയാണെങ്കിൽ ഇതിലെ ലാസ്റ്റ് എലമെൻറ്റിനെ ഇവിടെ കോൺകാറ്റിനേറ്റ് ചെയ്യും, എന്നിട്ട് വീണ്ടും ഈ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്തിട്ട് ആ സ്ട്രിങ്ങിൻ്റെ ഇപ്പോൾ 2 എലമെൻറ്റ് കുറച്ചിട്ടുള്ള ആളെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം. ഞാൻ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാണ്, റിവേഴ്സ് സ്ട്രിങ്. ആർഗ്യുമെൻ്റ് ആയിട്ട് ഞാൻ കൊടുക്കുകയാണ് മരമാക്രി. ഇവിടെ നമ്മൾ കൊടുത്ത സ്ട്രിങ് റിവേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്, ഇർക്കാമരം. ഓക്കെ, ലാസ്റ്റ് ലെറ്റർ ഫസ്റ്റ് വന്നു. അങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഇത്രയുള്ള റിക്കർഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വട്ടം ടാസ്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യും. ഒരു വട്ടം ടാസ്ക് പെർഫോം ചെയ്തതിന് ശേഷം കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വേർഷൻ ആ ഫംഗ്ഷനിലോട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കും. നമ്മുടെ ബേസ് കേസ് ഹിറ്റ് ചെയ്യുന്നവരെ ഈ റിക്കേഴ്സീവ് കോൾസ് നടന്നുകൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കുകയാണെങ്കിൽ, അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഫാക്ടോറിയൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫാക്ടോറിയൽ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഫിബൊനാച്ചി സീക്വൻസൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ, ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാവുന്നുള്ളതാണ് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസിൽ പറയുന്നത് നമ്മൾ ഓരോ വട്ടം റിക്കേഴ്സീവ് കോൾ നടത്തുമ്പോൾ, അതായത് ഓരോ വട്ടം നമ്മുടെ ഫംഗ്ഷൻ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോൾ സ്റ്റാക്കിലോട്ട് ഒരു പുതിയ സ്റ്റാക്ക് ഫ്രെയിം ആഡ് ചെയ്യപ്പെടുന്നതാണ് പറയുന്നത്. അങ്ങനെ കുറേ വട്ടം ആഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം പറ്റുകയെന്ന് വെച്ചാൽ കുറച്ച് മെമ്മറി കൺസ്യൂമിങ് ആണ് ഇത്. അതായത് നമ്മുടെ ബേസ് കേസ് വളരെ പെട്ടെന്ന് ഹിറ്റ് ആവുന്നില്ലെങ്കിൽ അതൊരു ഡീപ്പ് റിക്കേഷനിലേക്ക് പോകും. അതായത് വീണ്ടും വീണ്ടും നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ വട്ടം കോൾ ചെയ്യുമ്പോഴും നമ്മുടെ സ്റ്റാക്കിലോട്ട് ഓരോ ഫ്രെയിം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റാക്ക് സ്പേസിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിനേക്കാളും ആ സ്പേസ് എക്സോസ്റ്റ് ആവുമെന്നാണ് പറയുന്നത്. അത് സ്റ്റാക്ക് ഓവർഫ്ലോ ആവുമെന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ആർക്കെങ്കിലും ആരെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോയിൽ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.